കണ്ണൂരിലും മഴയാണ്. കണ്ണൂർ കുപ്പം പുഴ കരകവിഞ്ഞിട്ടുണ്ട്. ചപ്പാരപ്പടവിൽ വീടുകളിൽ വെള്ളം കയറി ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. നിഖിൽ അളവ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. നിഖിൽ, ഈ രാത്രിയും കണ്ണൂരിൽ കനത്ത മഴയാണോ? പുഴ കരകവിഞ്ഞെന്ന് മനസ്സിലാക്കുന്നു. എത്രത്തോളം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിക്കാനുള്ളത്? എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം നടപടി മുന്നോട്ട് പോകുന്നത്? കണ്ണൂരിൽ കുപ്പം പുഴ കരകവിഞ്ഞു. ചപ്പാരപ്പടവിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. നിഖിൽ, കേൾക്കാമോ? എങ്ങനെയാണ് ഈ മാറ്റിപ്പാർപ്പിക്കൽ നടപടി തുടരുന്നത്? എത്രത്തോളം ആളുകൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്? ഏതായാലും കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനേക്കാൾ ആശങ്ക സൃഷ്ടിക്കുന്നത് പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുപ്പം പുഴയിൽ ജലനിരപ്പ് ഉയരുകയും അത് കരകവിയുകയും ചെയ്തതോടുകൂടി സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുകയാണ്. അങ്ങനെ ഈ രാത്രിയിലൊക്കെ പൊടുന്നനെ വെള്ളം കയറാൻ തുടങ്ങിയതോടുകൂടി ആളുകളെ പരമാവധി മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ കുപ്പം പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ചപ്പാരപ്പടവ് മേഖലയിലെ 3 വീടുകളിൽ വെള്ളം കയറിയതോടുകൂടിയാണ് ആ വീടുകളിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രദേശവാസികൾ ഈ താൽക്കാലിക ചങ്ങാടങ്ങളൊക്കെ ഉപയോഗിച്ച് ആളുകളെ മാറ്റാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. പിന്നാലെ ഫയർഫോഴ്സും ഇപ്പോൾ പ്രദേശത്തേക്ക് എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. ഇതിൽ ഈ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ വെള്ളം പെട്ടെന്ന് വീടിനകത്തേക്ക് കയറുന്നു. ഈ സമയത്ത് ആളുകൾ പരിഭ്രാന്തരാകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ചിലരൊക്കെ വീടിന്റെ മുകളിൽ നിലയിലേക്കൊക്കെ മാറുന്നു. അങ്ങനെ ഉള്ള ആളുകളെയൊക്കെയും ഈ രാത്രി തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തിറങ്ങിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ മട്ടന്നൂർ കൊട്ടാരം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ ഭാഗത്തും ഇത്തരത്തിൽ ഈ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിന് പിന്നാലെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയും 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലയിൽ ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു. വൈകിട്ട് ഒരു 7 മണിയോടുകൂടി ലഭിച്ച വിവരം അനുസരിച്ച് 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 386 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം നിലവിൽ ജില്ലയുടെ ചില പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാത്രിയിലും അത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളപട്ടണം പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പല പ്രദേശങ്ങളിലും ഇപ്പോൾ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പഴശ്ശി ഡാം തുറന്നിരിക്കുകയാണ്. എന്തായാലും കണ്ണൂർ കുപ്പം പുഴയിൽ വെള്ളം കയറി ചപ്പാരപ്പടവിൽ കരകവിഞ്ഞതോടെ ചപ്പാരപ്പടവിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള നടപടികളാണ് ഇവിടെ തുടരുന്നത്. നിഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.